നമ്മുടെ കഴിഞ്ഞ വീഡിയോയെ ചാപ്പോഴ ഫോർട്ടിന്റെ വീഡിയോ കണ്ടവർ ഈ വീഡിയോ കാണാൻ എന്തായാലും വന്നോളൂട്ടാ. അതായത് ചാപ്പോഴ ഫോർട്ടിൽ നിന്ന് നമ്മൾ ഇനി പോകാൻ പോകുന്നത് അഞ്ജുന ബീച്ചാണ്. അത് ബാഗാ ബീച്ചിനടുത്തുള്ള ഗോവയിലെ തന്നെ മെയിൻ ഒരു ബീച്ചാണ്. പോകുന്ന വഴിയിൽ ഇതുപോലെ തരിശായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാം. ഇവിടെ പ്രത്യേകിച്ച് കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ഈ ഒരു വഴിയിൽ കൂടി കുറച്ചെങ്കിലും പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഞ്ജന ബീച്ച്. അവിടെ മറ്റേ സീ ആക്ടിവിറ്റീസൊക്കെ ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ ഈ നടന്ന് നീങ്ങുന്ന ഈ ഒരു എൻട്രൻസ് ഇവിടെയാണ് നമുക്ക് പാർക്കിംഗ് വരുന്നത്. അങ്ങനെ ഇവിടേക്ക് കിടന്നപ്പോഴാണ് ഇവിടെ ഒരുപാട് കോട്ടേജുകൾ, അതായത് കപ്പിൾസിനും ഫാമിലീസിനൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഇൻഡിവിജ്വൽ കോട്ടേജസ് ഒക്കെ 5000 ആളായിരിക്കുകയാണ്. അത് കാശുള്ളവരൊക്കെ അവരുടെ പോക്കറ്റിൻ്റെ വലിപ്പനുസരിച്ച് ഇവിടെ വരാം, സ്റ്റേ ചെയ്യുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഏർലി മോർണിംഗും ഈവനിങ്ങും ഒക്കെ ബീച്ച് വൈബൊക്കെ ആസ്വദിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല റിസോർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ അഞ്ജന ബീച്ചിലെത്തി ഗൈസ്. വന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ റിവ്യൂസൊക്കെ നോക്കി കഴിഞ്ഞാൽ ഭീകര റിവ്യൂസും ഭീകര സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു പരിപാടികളും ഒരു മനസ്സിന് സന്തോഷം തരുന്ന ഒരു സംഭവങ്ങളും ഇവിടെ ഇല്ല. ഞാനതിട്ട് ഇങ്ങനെ വെറുതെ ഇവിടുത്തെ ഈ തിരയുടെ വീഡിയോ തിരിച്ചും മറിച്ചൊക്കെ എടുത്ത് അങ്ങനെ ആശ്വസിച്ചു. ചെറിയൊരു ബീച്ചാണ് അഞ്ജന ബീച്ച്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനെ എന്നെ വിഷമിപ്പിച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി പിന്നെ പോകുന്നത് ബാഗാ ബീച്ചിലേക്കാണ്. അതായത് ഗോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവയെ ഐഡന്റിക്കൽ ആയിട്ടുള്ളൊരു പ്ലേസ് ആക്കി തീർക്കുന്ന, അല്ലെങ്കിൽ ഐഡന്റിറ്റിക് ആയിട്ടുള്ളൊരു ബീച്ചാണ് ഈ ബാഗാ ബീച്ച്. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ ഇപ്പം തന്നെ അറിയിച്ചു തരാം. ഇവിടുത്തെ മെയിനായിട്ട് വാട്ടർ ആക്ടിവിറ്റീസാണ്. പോരാത്തന്നെ ഇവിടെ ഫിഷിംഗ് ഉണ്ട്, കണ്ടില്ലേ? ഇവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസിന് തന്നെ ഇഷ്ടം പോലെ ഗംഭീര പരിപാടികളുണ്ട് ബ്രോ. അതായത് ഇവിടെ മെയിനായിട്ട് പാരാഗ്ലൈഡിങ് പോലെയുള്ള പിന്നെ ജെറ്റ് സ്കീ, ബനാന റൈഡ് എന്ന് തുടങ്ങി കണ്ടമാനം പരിപാടികളാണ്. അങ്ങനെയല്ലാതെ കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ചേട്ടൻ മീൻ പിടിക്കണേ. അപ്പോഴെനിക്ക് മനസ്സിലായി ഈ കടൽ തീരത്തൊക്കെ നിന്ന് ചുമ്മാ ഇത്രയും ആഴം കൊണ്ടുവന്ന ഈ കടലിലൊക്കെ ഇങ്ങനെ മീനെ കിട്ടുന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായേ. ഇതൊരു സായിപ്പ് ചേട്ടനാണ്. സായിപ്പ് ചേട്ടൻ നല്ല ഗംഭീരമായിട്ട് മീനൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ചുറ്റും ആൾക്കാർ വന്ന് നിന്നത് ആൾക്ക് ഇഷ്ടമായില്ല. ആളെപ്പോഴേക്കും അടിച്ചു ഓടിച്ച എല്ലാത്തിനും ഡൂമിൽ ഋതിക് വരുന്ന വരിൻ്റെ ആ ചേട്ടനെ വണ്ടി ഓടിച്ച് വരുന്നതാണ്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഒട്ടുക്കത്തെ റേറ്റ് പറയണ കാശ് കൊടുത്ത് നമ്മൾ കാരണം 1000 മുതൽ 3000 4000 വരെയൊക്കെയാണ് സീസൺ ഓഫ് സീസൺ ടൈമിലൊക്കെ ഇതിൻ്റെയൊക്കെ റേറ്റ്. എന്നാൽ പോലും കടലിൽ കൂടെ ഒരു ബൈക്ക് ഓടിക്കുന്ന ഫീലാണ് ഇത് ഓടിച്ചവർക്ക് കിട്ടിയെന്ന് പറഞ്ഞു കേട്ടത്. സൗത്ത് ഗോവയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതും ഏറ്റവും കൂടുതൽ വാട്ടർ ആക്ടിവിറ്റീസ് ഉള്ളതും അതുപോലെ തന്നെ എല്ലാത്തരം ഹോട്ടൽസ് ആയിക്കോട്ടെ, പബ്ബുകളായിക്കോട്ടെ, ഡാൻസ് ബാറുകളായിക്കോട്ടെ എന്ന് തുടങ്ങി കണ്ടമാനം സ്ഥാപനങ്ങളും ഹോട്ടൽസും ബ്യൂറേജസും ലിക്കർ ഷോപ്പുകൾ എന്ന് തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു മെയിൻ അതാണ് ബാഗാ ബീച്ച്. ബാഗാ ബീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4, 5, 6, 7 കിലോമീറ്റർ വരെ ലെങ്ത്തുള്ള വലിയൊരു ബീച്ചാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് നടന്നു തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് എത്തണമെങ്കിൽ സമയം കുറച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ബാഗാ ബീച്ചിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ ഡേ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. അത്രയധികം ഏരിയ ഉണ്ട്. പക്ഷെ നമ്മൾ അതിന് നിൽക്കില്ല എന്ന് നിങ്ങൾക്കറിയാലോ. കാര്യം നമുക്ക് എപ്പോഴുള്ള എല്ലാ ബീച്ചുകളും കണ്ടു തീർക്കാന്നുള്ളതാണല്ലോ നമ്മുടെ അഭിലാഷം. ബാഗാ ബീച്ചിൽ കുറച്ചാണെന്നപ്പോഴും മനസ്സിലായ നമ്മൾ കാലത്ത് നടന്നു കഴിഞ്ഞാൽ അറ്റത്തെത്തുമ്പോൾ ഏതാണ്ട് വൈകിട്ടാവും. അതായത് രാത്രിയൊന്ന് അത്രയധികം ഏരിയ ഉണ്ട്. പക്ഷെ നടന്നു വയ്യാണ്ടായപ്പോൾ ഒന്നും നോക്കിയില്ല. നേരെ അടുത്ത് തന്നെ ഒരു ബ്യൂറേജിൽ, അതായത് വൈൻ ഷോപ്പിൽ ഇങ്ങോട്ട് കയറി നമുക്ക് വേണ്ട എന്തെങ്കിലും സാധനങ്ങൾ, അതായത് ദാഹശമനി പോലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി കയറിയതാണ്. കമനീയ വിസ്മയ ശേഖരമാണ് ഇവിടെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടാലും കുത്തിത്തിരില്ലേ. കാര്യം ഇവിടെ നാട്ടിൽ കിട്ടുന്നയാളും കൂടുതൽ അതും വെറൈറ്റി ബ്രാൻഡുകളും വെറൈറ്റി ബീറുകളായിക്കോട്ടെ ഈ ഇഷ്ടം പോലെ സാധനങ്ങളാണ്. വയറ് നിറച്ച് കുടിക്കുക. ഇവിടെ പച്ചവെള്ളത്തിൻ്റെ വിലയ്ക്കാണ് ബ്യൂറേജിൻ്റെ സാധനങ്ങൾ കിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാനിവിടുന്ന് ഒരു സാധനം വാങ്ങി ചുമ്മാ അടിച്ചു നോക്കി. സാധനം വെറൈറ്റി സാധനമാട്ടാ. നല്ല എന്താ പറയുക, നല്ല തിരക്കുള്ള ബീച്ചുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു ബീച്ചാണ് ഈ ബാഗാ ബീച്ച്. നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ കാണിച്ച ബീച്ചുകളൊക്കെ വളരെ തിരക്ക് കുറഞ്ഞതും ആൾക്കാർ വളരെ കുറവുള്ളതുമായിട്ടുള്ള ബീച്ചുകളാണ്. ഈ മൊർജിയം ബീച്ച്, ആരംബോൾ ബീച്ച് അതൊക്കെ വളരെ തിരക്ക് കുറഞ്ഞ ബീച്ചാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് ഇഷ്ടപ്പെടുന്ന, ക്രൗഡിനെസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ബീച്ചാണ്. അതുപോലെ വാട്ടർ ആക്ടിവിറ്റീസും ഒരുപാട് ബോട്ടുകൾ, ഒരുപാട് സ്പീഡ് ബോട്ടുകൾ, പാരാഗ്ലൈഡിങ് എന്ന് തുടങ്ങി സകല പരിപാടികളും ഇവിടെയുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും വരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഇരുവാഗ ബീച്ച്. അങ്ങനെ വിശന്ന് കോട്ടൽ കരിഞ്ഞപ്പോൾ ഞാൻ അടുത്തുള്ളൊരു ബിരിയാണി കടയിൽ കയറി ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. സംഭവം 100 രൂപയില്ലെങ്കിലും നല്ല എന്താ പറയുക വാല്യൂ ഫോർ മണി ആയിരുന്നു. ബാഗ ബീച്ചിത്തെ നൈറ്റ് വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കിഡിലോസ്കി പരിപാടിയാണ്. നിങ്ങളിത് കാണുക സുഹൃത്തുക്കളെ. അതായത് DJ ലൈറ്റും DJ പാട്ടും പബ്ബും ഹപ്പും കപ്പും തേങ്ങ കേട്ട് ഇത് കുഴണം മറ്റേ ബീച്ചിൻ്റെ ഉള്ളില് പ്രൈവറ്റ് ബോട്ട് ജെറ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് സെറ്റാക്കി എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തുട്ട് പറയാ, അതിമനോഹരം, വിസ്മയത്തിന്റെ വേറെ ലോകം. അതാണ് ഈ നൈറ്റിത്തെ ബാഗ ബീച്ച്. പബ്ബ് അല്ല ഞാൻ നൈറ്റ് പാർട്ടി പൊട്ടിക്കുന്നത്. ബാഗ ബീച്ചിൽ വന്നാൽ മതി. അത് എപ്പോഴായാലും സീസൺ ആയാലും ഓഫ് സീസൺ ആയാലും എന്ത് മണ്ണാകട്ടെയാലും ഇവിടെ ഇതായിരിക്കും നൈറ്റ് വൈബ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര പരിപാടി എന്നല്ല, ഗംഭീര പരിപാടിയാണ്. നമുക്ക് ഇതുപോലെ ഫ്രണ്ട്സ് കേട്ട് വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ല ചെയ്യാൻ പറ്റണ വേറൊരു സ്ഥലം ഉണ്ടാവില്ല ഗോവരി. അതാണ് ഈ സ്ഥലം, സ്വർഗം. അങ്ങനത്തെ ബാഗ ബീച്ചിന്റെ ഇടനാഴികളിൽ കൂടി ഞാൻ പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ഇവരുടെ ഈ പഴയ സാധനങ്ങളും ഈ പബ്ബിൻ്റെയൊക്കെ ഒരുപാട് സാധനങ്ങൾ വെച്ചേക്കണ കാണാം. അങ്ങനെ ഞാൻ ഒരുപാട് നടന്നപ്പോഴാണ് ഇവിടെ ബാരക്ടോസ് എന്ന് പറഞ്ഞിട്ട് ഒരു റിസോർട്ട് കണ്ട ഒരു ഹോട്ടലിൽ. സംഭവം ഇതിൻ്റെ ഉള്ളിൽ ഒരു സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല രസമാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നൈറ്റ് പാർട്ടികൾ, അതായത് ബിക്കിനി ഡാൻസ് ചെയ്യുന്ന മദമുമാർ മുതൽ സകല പരിപാടികളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് നമ്മൾ കാണാനൊന്നും ഒന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് കാശരവാണോ പരിപാടി. നമുക്കത് കണ്ട് നിന്നിട്ടും പ്രത്യേകിച്ച് പോരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. അങ്ങനെ നമ്മൾ ഈ ബാഗ ബീച്ചിൽ കിടന്നടന്ന് തവിട് പോട്ടെ. അങ്ങനത്തെ ബ്ലാക്ക് ഡോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തുള്ള ഒരു ബ്യൂവറേജിക്കാണ്, അല്ലെങ്കിൽ വൈൻ ഷോപ്പ് ഔട്ട്ലെറ്റിക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ബ്ലാക്ക് ലേബിലൊക്കെ 3350 രൂപയുള്ളൂ. അതുപോലെ തന്നെ മാക്ഡോൾസൊക്കെ പകുതിയല്ല. അതായത് നമുക്ക് അവിടെ ഒരു 1000 രൂപ വരുന്ന സാധനം ഇവിടെ 250 രൂപയ്ക്ക് സാധനം കിട്ടുന്നു. അങ്ങനെ നമ്മൾ വിസ്മയിപ്പിക്കുന്ന പ്രൈസ് ടാഗുകളൊക്കെയാണ് ഓരോ കുപ്പിയിലുള്ളത്. ഞാൻ എന്തായാലും ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നുള്ള മൈൻഡിലാണ്. പക്ഷേ ഇത് വാങ്ങുന്നുള്ള കൺഫ്യൂഷനാണ്. അതേപോലത്തെ ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ ബെക്കാടിയും കാര്യങ്ങളൊക്കെ ഇവിടെ 715 രൂപ, നമ്മുടെ അവിടെ 1500 രൂപയാണ്. അതുപോലെ തന്നെ റോയൽ സ്റ്റേജ്, ഈ സാധനം നമ്മുടെ നാട്ടിൽ കിട്ടയിച്ചിരി പാടാണ്. ഇതൊരു വിസ്കിയാണ്, പക്ഷെ അടിപൊളി റൈറ്റ്. അതായത് ഈ ഡിപ്പിടിക്കണ ഈ പച്ചക്കുപ്പി ഇതേ 985 രൂപ. ഇതൊക്കെ ഇവിടെ നാട്ടിൽ 2500 രൂപ. 2 ലിറ്ററിൻ്റെ കുപ്പിയൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ബച്ചന്മാരെ, നിങ്ങൾ വെള്ളമടിച്ച് മരിക്കാനുള്ള പ്ലാനുള്ളവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഗോവയ്ക്ക് വേഗം ട്രെയിൻ കയറി പോരെ. അത്ര റൈറ്റ് കുറവിലാണ് നമ്മുടെ നാട്ടിലത്തെ എല്ലാ സാധനങ്ങളും. പിന്നെ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്ത ഒരുപാട് കുപ്പികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞു, ബൈ.